ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ മകരൻ രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. അതായത് മകരക്കൂറുകാർക്കുള്ള ഫലം. ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗവും കൂടി ചേരുന്ന മകരരാശിക്കാർക്ക് രണ്ടാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി, ഏഴരശനി തന്നെയാണ് രണ്ടാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി, മൂന്നാം ഭാവത്തിൽ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന രാഹു, അഞ്ചാം ഭാവത്തിൽ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ബുധൻ ചൊവ്വ വ്യാഴം, ഏഴാം ഭാവത്തിൽ സൂര്യൻ ചാരവസാൽ നിൽക്കുന്നുണ്ട്, എട്ടാം ഭാവത്തിൽ ശുക്രനും ബുധനുമാണ് നിൽക്കുന്നത്, 9 കേതു എന്നാണ് പറയുന്നത്. സൂര്യ ചാരവസാലും ചിന്തിക്കുകയാണെങ്കിൽ മകരരാശിക്കാർക്ക് ഈ മാസം കൂടി വളരെ അനുകൂലപരമായിട്ടുള്ളൊരു മാസമാണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല എന്ന് തന്നെ പറയാം. ആരോഗ്യപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാവും. മാനസിക പ്രശ്നങ്ങൾ അകന്നു പോകാനുള്ള സാധ്യതയുണ്ട്. മാനസിക സന്തോഷങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. മനസ്സിന് സുഖം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. നിദ്ര കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അത് ഉറക്കം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. മനസമാധാനം വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ധനസംബന്ധമായിട്ടുള്ള ഇടപാടുകൾക്ക് ചില തടസ്സങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. ധനസംബന്ധമായിട്ട് കുറച്ച് ടൈറ്റ് വരുവാനുള്ള ചില സാധ്യതയുണ്ട്. അഞ്ചാം ഭാവത്തിൽ വ്യാഴനുണ്ട്, പേടിക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള ധനമുണ്ടാവും. എന്നിരുന്നാൽ ധനപ്പുഴക്കങ്ങൾ ഇത്തിരി കുറയാനുള്ള സാധ്യതയുണ്ട് ഓഗസ്റ്റ് മാസത്തിൽ മാത്രം. അതേസമയത്ത് സഹായഹസ്തങ്ങൾ വേണമെങ്കിൽ ഇഷ്ടമായി കിട്ടും എന്നുള്ള യാതൊരു സംശയമില്ല. ഇപ്പം നമ്മൾക്ക് ധനസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും വേണം, ധനം എത്രയെങ്കിലും വേണമെന്ന് ചോദിച്ചു പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. അതിന് ഇൻട്രസ്റ്റോ മറ്റുള്ള ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് വെറുതെ ആയിട്ട് കിട്ടും. അങ്ങനെയുള്ള സഹായഹസ്തങ്ങൾ ഇഷ്ടംമാതിരി ഉണ്ട് താനും ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെയുണ്ട്. ആരോഗ്യപരമായിട്ട് നല്ല ഗുണകരമായിട്ടുള്ളൊരു സംഭവമാണ്. കുടുംബത്തിൽ ചില അലോസരപരമായിട്ടുള്ള ചില അനിഷ്ട സംബന്ധമായിട്ട് പറഞ്ഞാൽ വാക്ക് തർക്കങ്ങൾ, ഇങ്ങനെ പാഴ്വാക്കുകൾ അങ്ങനെയുള്ള ഒക്കെ വരാനുള്ള ചെറിയ സാധ്യതയുണ്ട്. അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നിസ്സാരമായിട്ട് എടുക്കേണ്ട ഒരു ആവശ്യമുള്ളൂ. എന്നിരുന്നാലും അതിനെ ശ്രദ്ധിക്കാതെ നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വിട്ടുപോകാം എന്നാണ് പറയുന്നത്. ഭവന നിർമ്മാണം, മറ്റുള്ള കാര്യങ്ങൾ, വില്ല, ഫ്ലാറ്റ്, ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഭവന സംബന്ധമായ കാര്യങ്ങൾക്ക് തീരുമാനമെടുത്ത് വയ്ക്കുക നല്ല പറ്റിയ സമയമാണ് ഈ ഓഗസ്റ്റ് മാസം. കാരണം ഓഗസ്റ്റ് മാസം കൂടുതലായിട്ടും വരുന്നത് കർക്കിടക മാസത്തിലായിരിക്കും വരുന്നത്. അപ്പോൾ കർക്കിടകം കഴിഞ്ഞ് ചിങ്ങമാസം ചിങ്ങം ഓഗസ്റ്റ് 20-ന് ശേഷമൊക്കെ നമ്മൾ ചിങ്ങമാസമാവും. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിക്കുവാൻ പറ്റുന്നത് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഭൂമി വാങ്ങിക്കുവാൻ പറ്റുന്നത്, രജിസ്റ്റർ ചെയ്യുവാൻ പറ്റുന്ന സംഭവങ്ങളാണ്. വില്ലകൾ വാങ്ങിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അതുപോലെ തന്നെ ഭവന നിർമ്മാണം തുടങ്ങുവാൻ പറ്റിയ സമയങ്ങളാണ്. വിട്ടുപോയ ഭവനങ്ങളെല്ലാം നിർമ്മിക്കുവാനുള്ള ഒരു സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതിന് വേണ്ട ധനസമാഹരണങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഗവൺമെൻറ് സപ്പോർട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും എന്നതിൽ യാതൊരു സംശയമില്ല. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ബാങ്ക് ഇടപാടുകളും ജില്ലാ കലക്ട്രേറ്റിൽ നിന്നുള്ള അധികാരപരമായിട്ടുള്ളതും കോർട്ട് കേസുകൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം വിജയ സാധ്യതകളും കിട്ടുവാനുള്ള സാധ്യതകൾ തെളിഞ്ഞ് കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. സന്താനങ്ങളില്ലാത്തവർക്കെല്ലാം സന്താനങ്ങൾ ഉണ്ടാവാനുള്ള വർഷങ്ങളായിട്ട് സന്താനം ഇല്ലാത്തവർക്കെല്ലാം സന്താനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരു പേരക്കിടാവിനെ കാണാൻ യോഗമില്ല എന്നിരിക്കുന്ന വാർദ്ധക്യത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പേരക്കിടാവിനെ കിട്ടുവാനുള്ള സാധ്യതയും അവരെ ലാളിക്കുവാനുള്ള സാധ്യതയും ഉണ്ടാവും എന്ന് തന്നെ തെളിച്ച് പറയാം. വിവാഹാദി മംഗളകർമ്മങ്ങൾ വന്നു പോയി കൊണ്ടിരിക്കുന്നവർക്കെല്ലാം വന്ന് സെറ്റാവാനുള്ള സാധ്യതകളുണ്ട്. നാശനഷ്ടങ്ങൾ പൊതുവെ കുറയുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നാശനഷ്ടങ്ങൾ കുറഞ്ഞു വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വാഹന സംബന്ധമായിട്ടുള്ള മേഖലയിൽ വൻകിട മാറ്റങ്ങൾ വന്നു ചേരുവാനും വാഹന വിപണികളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വൻകിട നേട്ടങ്ങൾ ഉണ്ടാവാനും വാഹനം എന്ന് വെച്ച് പറഞ്ഞാൽ പലവിധ വാഹനങ്ങളുണ്ട്. ഇപ്പം നമ്മൾ സെൽഫായിട്ട് യൂസ് ചെയ്യുന്ന കാറ്, അല്ലെങ്കിൽ 2 വീലറുകൾ, അതുപോലെ വിമാനങ്ങൾ, ട്രെയിനുകൾ, കപ്പലുകൾ, അങ്ങനെയുള്ള വാഹനങ്ങൾക്കെല്ലാം വാഹന സംബന്ധമായിട്ട് ജോലി ചെയ്യുന്നവർക്കും വാഹനപരമായിട്ടുള്ള വർക്കേഴ്സുകൾക്കും വാഹന സംബന്ധമായിട്ടുള്ള മേലാധികാരികൾക്കും വാഹന സംബന്ധമായിട്ടുള്ള ഗവേഷണങ്ങൾ ചെയ്യുന്നവർക്കും
ഹൈടെക് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള ഹൈടെക് സംബന്ധമായിട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നു വളരെ ഉചിതകരമായിട്ടുള്ളൊരു സംഭവമാണ്. പുതിയ പുതിയ ടെക്നോളജികൾ കണ്ടുപിടിച്ച് ചെറുപ്പക്കാർ മിടുക്കന്മാരായിട്ട് വരുന്നത് കാണാനുള്ള സാധ്യതയുണ്ട്. അവർ ടെക്നോളജികൾ കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ടു പോകുന്ന ഒരു സംഭവങ്ങളെല്ലാം സൃഷ്ടിക്കാനുള്ള കഴിവ് ഈ മാസത്തിൽ ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മകരൻ രാശിയുടെ 5ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 9ാം ഭാവത്തിൽ കേതു. ഭാഗ്യ സംബന്ധമായി നോക്കിയാൽ ഭാഗ്യ സൂക്തം ആഴ്ചയിൽ 1 വെച്ച് ചെയ്യുകയാണെങ്കിൽ നിസ്സാര ചിലവുള്ളൂ. 15-20 രൂപ, ഏറി 30 രൂപ ചിലവുള്ളൂ. ഭാഗ്യ സൂക്തം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭാഗ്യം ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഫലിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. ഭാഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഭാഗ്യ സൂക്തം മാത്രം ഭഗവതി ക്ഷേത്രത്തിൽ എല്ലാ ആഴ്ചയിലും ഒരു 4 ആഴ്ചയ്ക്ക് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ 4 ആഴ്ച പറ്റുകയാണെങ്കിൽ പോയി തൊഴുത് ഭാഗ്യസൂക്തം നടത്തുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. കർമ്മ മേഖല, തൊഴിൽ മേഖല പുരോഗതിയിലേക്ക് വരും. ഗവൺമെൻറ് പരമായിട്ടുള്ള എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവും. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള രേഖകളും മറ്റുള്ളതും തരപ്പെടും. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ലോണുകളും മറ്റുള്ളതും പാസ്സായി വരും. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഉദ്യോഗ കയറ്റങ്ങൾ, സ്ഥാനമാന പദവികളും PSC ലിസ്റ്റുകളിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം അത് കിട്ടുവാനുള്ള സാധ്യതകളും, അതുപോലെ തന്നെ സിവിൽ സർവീസ് മറ്റുള്ള എഴുതിയിരിക്കുന്ന അവർക്ക് റിസൾട്ട് വരുവാനുള്ള സാധ്യതകളെല്ലാം അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകളും എല്ലാം ഈ മാസത്തിൽ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. ലാഭസ്ഥാനം നോക്കുകയാണെങ്കിൽ വരുമാന മാർഗം ഉണ്ടാവും, തൊഴിൽ വിവേചനമുണ്ടാകും. വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് ഈ മാസം വളരെ അനുകൂലകരമായിട്ടുള്ള അതിനുവേണ്ടി പേപ്പർ വർക്കുകൾ മറ്റുള്ളവർക്കും ചെയ്യാനും ക്യാഷ് കൈമാറ്റം ചെയ്യാനൊക്കെ പറ്റിയ സമയമാണ് എന്നാണ് പറയുന്നത്. അടുത്ത മാസം എന്തായാലും വേണ്ട, ഈ മാസം തന്നെ ചെയ്തു വയ്ക്കുക എന്നുള്ളതാണ് പറയുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക്. പക്ഷേ സമയം കുറച്ച് നീണ്ടുപോകും എന്നുള്ള യാതൊരു സംശയമില്ല. ഇപ്പോൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ 2 മാസമെങ്കിലും ആവും അത് എല്ലാം ശരിയായിട്ട് വരണമെങ്കിൽ. അപ്പോൾ അത് ആലോചിച്ച് ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയാണ്. അല്ലാത്ത പക്ഷം 2 മാസം ശ്രമിച്ചതിന് ശേഷം പിന്നെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ കർമ്മ മേഖല എന്ന് പറയുമ്പോൾ ഹൈടെക് മേഖല, ഞാൻ പറഞ്ഞ ഹൈടെക് മേഖല ശാസ്ത്ര സാങ്കേതിക മേഖല, ശാസ്ത്ര ഗവേഷണ മേഖല, ജ്യോതിഷ സംബന്ധമായിട്ടും ഗ്രഹണങ്ങൾ വീക്ഷിക്കുന്നവരായാലും റോക്കറ്റ് സംബന്ധമായിട്ടുള്ള വിക്ഷേപണങ്ങളായാലും ശാസ്ത്ര സംബന്ധമായിട്ടുള്ള മെഡിക്കൽ വിഭാഗത്തിൽ പെട്ടിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിപണിയിൽ പ്രവർത്തിക്കുന്നവർക്കും ശാസ്ത്രജ്ഞന്മാർക്കും അതുപോലെ സയൻസിസ്റ്റുകൾക്കും വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അലോപ്പതി മേഖലയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ സ്റ്റുഡൻറ്റുകൾക്കും മെഡിക്കൽ പ്രവർത്തകർക്കും മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ഡോക്ടേഴ്സുമാർക്കും അവരവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് ഈ മകരരാശിക്കാർക്ക് ഈ മാസത്തിൽ വന്ന് ചേരുവാൻ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അത് കാരണം ഉചിതപരമായിട്ടുള്ള ഫലം തന്നെ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഹൈടെക് പ്രവർത്തന മേഖലയിൽ IT വർക്കുകൾ എന്ന് വെച്ച് പറഞ്ഞാൽ IT മേഖല, കമ്പ്യൂട്ടർ മേഖല, മൊബൈൽ മേഖല, അങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ, ഇലക്ട്രിക് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ ഗുണകരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ചില സമയങ്ങളിൽ ചിലപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം മൂഡൗട്ട് വരുവാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്നൊരു ദിവസം മൂഡൗട്ട് വരുവാനുള്ള സാധ്യതയുണ്ട്. മാനസികപരമായിട്ട് വിഭ്രാന്തി വരുവാനുള്ള സാധ്യതയുണ്ട്. അത് ചില ദിവസത്തിൻ്റെ കുഴപ്പങ്ങളാണ് എന്ന് പറയുന്നത്. അപ്പോൾ മകര രാശിക്ക് പറയുകയാണെങ്കിൽ 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതി, 4-ാം തീയതി, 5-ാം തീയതി അനുകൂല ദിവസങ്ങളാണ്. അതായത് ഓഗസ്റ്റ് 1 തൊട്ട് 5 ദിവസം വരയ്ക്കും അനുകൂല ദിവസം. അത് വിട്ട് കഴിഞ്ഞാൽ 12, 13, 14, 15, 16, 17 6 ദിവസം അനുകൂല സമയമാണ്. ഈ അനുകൂല സമയങ്ങളിൽ എല്ലാം ചെയ്യാം. അതേസമയത്ത് 27, 28, 29, 30, 31 ഇതും അനുകൂല സമയമാണ്. ദോഷ സമയം എന്ന് വെച്ച് പറഞ്ഞാൽ 4-ാം തീയതി തൊട്ടിട്ട് 7-ാം തീയതി വരയ്ക്കുമാണ് ദോഷ സമയം. 4-ാം തീയതി തൊട്ടിട്ട് മകര 1 തൊട്ടിട്ട് 3 ദിവസം അനുകൂല സമയം, 4-ാം തീയതി തൊട്ടിട്ട് 7-ാം തീയതി വരയ്ക്കും ദോഷ സമയമാണ്. ഈ ദോഷ സമയങ്ങളിൽ ഒന്നും ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. ശുഭകാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. നമസ്കാരം.